ഒരു കാര്യം ആദ്യമേ പറയാം, ഇത് നിങ്ങളെ ആരെയും പേടിപ്പിക്കാനല്ല, മറിച്ച് തയ്യാറെടുപ്പിക്കാനാണ്. റിസ്ക് എടുക്കാത്തവന് ജീവിത വിജയം ലഭിക്കുകയില്ല എന്നതൊരു സത്യമാണ്. നമുക്കാദ്യം ജർമ്മനിയിലേക്ക് നോക്കാം. ട്യൂഷൻ ഫീസ് ഇല്ല എന്നത് വലിയ നേട്ടമാണെങ്കിലും ജർമ്മനിയിലെ ബ്ലോക്ക്ഡ് അക്കൗണ്ട് തുക ഇപ്പോൾ 11,904 യൂറോയാണ്. ഇന്ത്യയിലെ റുപ്പീസുമായി നോക്കിയാൽ ഏകദേശം 12.5 ലക്ഷം രൂപ. 2026 ജനുവരി മുതൽ ജർമ്മനിയിലെ മിനിമം വേതനം 19.90 യൂറോയായി വർദ്ധിപ്പിച്ചത് ഒരു നല്ല വാർത്തയാണ്. എന്നാൽ അതിനൊപ്പം തന്നെ ജീവിത ചെലവും ഉയർന്നു. മ്യൂണിക് പോലെയുള്ള നഗരങ്ങളിൽ ഒരു സ്റ്റുഡന്റ് ഹോസ്റ്റൽ ലഭിക്കാൻ മാസങ്ങളോളം കുട്ടികൾ കാത്തിരിക്കണം. പല വിദ്യാർത്ഥികളും നഗരത്തിൽ നിന്ന് വളരെ അകലെയുള്ള ഗ്രാമപ്രദേശങ്ങളിൽ 700 മുതൽ 900 യൂറോ വരെ നൽകി ചെറിയ മുറികളിൽ കഴിയാൻ നിർബന്ധിതരാകുന്നു. ജർമ്മനിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരുടെ ഒരു കാര്യം തീർത്തു പറയാം. നിങ്ങളുടെ ഏജന്റ് ഒരുപക്ഷെ A1 ഏറ്റവും കൂടി പാസ്സായി വന്നാൽ മതി, ബാക്കി ഞങ്ങൾ ഏറ്റെന്ന് പറഞ്ഞാലും നിങ്ങൾ മുഴുവൻ പരീക്ഷയും പാസ്സായി നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലില്ല ഇവിടെ നിന്ന് അവിടേക്ക് പോകാൻ ഒരിക്കലും ശ്രമിക്കരുത്. കാരണം ജർമ്മൻ ഭാഷ കൈകാര്യം ചെയ്യാൻ അറിയില്ലെങ്കിൽ നല്ലൊരു ജോലി എന്നത് അവിടെ വെറും സ്വപ്നം മാത്രമായി അവശേഷിക്കും. അയർലൻഡിന്റെ അവസ്ഥയും സമാനമാണ്. ഇപ്പോൾ അയർലൻഡിൽ പഠിക്കാൻ പോകുന്നവർ കൈവശം വെക്കേണ്ട ലിവിംഗ് കോസ്റ്റ് തുക 10,000 യൂറോയായി ഉയർത്തിയിട്ടുണ്ട്. കൂടാതെ വിസ ലഭിക്കണമെങ്കിൽ കുറഞ്ഞത് 6,000 യൂറോ എങ്കിലും ട്യൂഷൻ ഫീസായി മുൻകൂട്ടി അടച്ചിരിക്കണം എന്നതും ഒരു നിർബന്ധമാണ്. മുമ്പ് ചെറിയ തുക അടച്ച് വിസ എടുത്തിരുന്ന രീതി ഇപ്പോൾ നടപടിയില്ല, അത് നടക്കുകയില്ല. ഒരു കാലത്ത് മലയാളികളുടെ പ്രിയപ്പെട്ട ലക്ഷ്യസ്ഥാനമായിരുന്ന കാനഡയിൽ 2026 വലിയ മാറ്റങ്ങളുടേതാണ്. വിസകളുടെ എണ്ണത്തിൽ 4,80,000 എന്ന പരിധി ഏർപ്പെടുത്തിയതോടെ വിസ ലഭിക്കാനുള്ള സാധ്യതകൾ നേർപകുതിയായി കുറഞ്ഞിരിക്കുന്നു. ഏറെ ഉപകാരപ്പെട്ടിരുന്ന SDS പ്രോഗ്രാം നിർത്തലാക്കിയതോടെ വിസ പ്രോസസിംഗ് സമയം 8 മുതൽ 12 ആഴ്ച വരെയായി വർദ്ധിച്ചു കഴിഞ്ഞു. ബാങ്ക് അക്കൗണ്ടിൽ കാണിക്കേണ്ട തുക GIC 22,895 കനേഡിയൻ ഡോളറാക്കി ഉയർത്തിയത് പല ഇടത്തരം കുടുംബങ്ങൾക്കും താങ്ങാവുന്നതിനും അപ്പുറമായി കഴിഞ്ഞു. ടൊറന്റോയിലും വാൻകൂവറിലും ഒരു സാധാരണ പാർട്ട് ടൈം ജോലി ലഭിക്കാൻ പോലും മാസങ്ങൾ കാത്തിരിക്കേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത്. ഓസ്ട്രേലിയയിലെ വിസ ഫീസിന്റെ വൻ വർധനവാണ് 2026 മറ്റൊരു ഞെട്ടിക്കുന്ന വസ്തുത. സ്റ്റുഡന്റ് വിസയ്ക്ക് ഏകദേശം $2,000, പഠനാനന്തര വർക്ക് വിസയ്ക്ക് $4,600, അതായത് ഏകദേശം ഒരു 2.5 ലക്ഷം രൂപയുമാണ് ഫീസ് നൽകേണ്ടത്. മാത്രമല്ല 35 വയസ്സ് കഴിഞ്ഞവർക്ക് വർക്ക് വിസ നൽകില്ല എന്ന കർശന നിയമം പലരുടെയും കുടിയേറ്റ സ്വപ്നങ്ങളെ ബാധിച്ചു. UK-യിലാകട്ടെ 2027 ജനുവരി മുതൽ ഗ്രാജുവേറ്റ് വിസയുടെ കാലാവധി 2 വർഷത്തിൽ നിന്നും 18 മാസമായി കുറയ്ക്കാൻ തീരുമാനിച്ചു. അതിനാൽ 2026 പഠനം തുടങ്ങുന്നവർക്ക് നാട്ടിൽ നിന്നെടുക്കുന്ന ലോൺ തിരിച്ചടയ്ക്കാൻ കിട്ടുന്ന സമയം വളരെ കുറവായിരിക്കും. അത് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ആശ്രിത വിസകളിൽ കൊണ്ടുവന്ന നിയന്ത്രണങ്ങൾ കുടുംബമായി പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വലിയ തടസ്സങ്ങൾ ഉണ്ടാക്കിയേക്കാം. നാട്ടിലെ വസ്തുവകകൾ പണയം വെച്ചും ലോൺ എടുത്തും പോകുന്ന വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. കേരളത്തിലെ വിദ്യാഭ്യാസ വായ്പാ കുടിശ്ശിക ഇപ്പോൾ 9,000 കോടി രൂപ കടന്നിരിക്കുകയാണ്. പഠനം കഴിഞ്ഞ് അവിടെ ജോലി ലഭിക്കാതിരിക്കുകയോ ലോൺ തിരിച്ചടവ് മുടങ്ങുകയോ ചെയ്യുമ്പോൾ നമ്മുടെ ബാങ്കുകൾ സർഫാസി ആക്ട് നിയമപ്രകാരം ജപ്തി നടപടികളുമായി മുന്നോട്ട് പോകാൻ ആരംഭിക്കുന്നു. ഇത് ഒട്ടേറെ കുടുംബങ്ങളെ ആത്മഹത്യയുടെ അരികിലെത്തിക്കും. കൂടാതെ വിദ്യാർത്ഥികളെ ലക്ഷ്യം വെച്ച് പുതിയതരം തട്ടിപ്പുകളും വർദ്ധിച്ചു വരുന്നുണ്ട്. AI ഉപയോഗിച്ചുള്ള വോയിസ് ക്ലോണിംഗ് വഴി വീട്ടുകാരെ ഭീഷണിപ്പെടുത്തി പണം തട്ടുന്ന വിർച്വൽ കിഡ്നാപ്പിംഗ്, അതുപോലെ തന്നെ ഇല്ലാത്ത ഫ്ളാറ്റിന്റെ വ്യാജ പരസ്യങ്ങൾ നൽകി അഡ്വാൻസ് തുക തട്ടുന്ന വീട് തട്ടിപ്പുകൾ എന്നിവയിൽ 2026 വലിയ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, വിദേശ പഠനം മോശമാണ് എന്നല്ല ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം, മറിച്ച് കൃത്യമായ പ്ലാനിംഗ് ഇല്ലാതെ ഇറങ്ങി പുറപ്പെടുന്നത് അപകടമാണ് എന്ന് മാത്രം.